PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 422/2023 ട്രേഡ്സ്മാൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന PSC പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നോക്കാൻ പോണത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 062/2024 ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ് ഇന്ന് നടന്ന ഈ പരീക്ഷ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലാസ്റ്റിക് മെറ്റീരിയൽ? ഇവിടെ തന്നിരിക്കുന്നതിൽ സെല്ലുലോയിഡ് സി ആണ്. രണ്ടാമത്തെ, ഫൈൻഡ് ദ തെർമോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഫ്രം ദ ഫോളോയിങ്. പോളിസ്ട്രീൻസ് ആണ്, എ ആണ്. ഇനി 1 കിലോഗ്രാം എഫ് ഈക്വൽസ് 9.81 ന്യൂട്ടൺ ആണ്, ഡി ആണ് ആൻസർ. 4, ദ ഇന്റേണൽ ഓപ്പോസിറ്റ് ഫോഴ്സ് ടു എക്സ്റ്റേണൽ ലോഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് സ്ട്രെസ് എന്നാ പറയുക. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ബി ആണ് ഉത്തരം. ദ പ്രോപ്പർട്ടി ബൈ, അഞ്ചാമത്തെ, ദ പ്രോപ്പർട്ടി ബൈ വെർച്യു ഓഫ് വിച്ച് സർട്ടൻ മെറ്റീരിയൽസ് റിട്ടേൺ ബാക്ക് ടു ദെയർ ഒറിജിനൽ പൊസിഷൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് എലാസ്റ്റിസിറ്റി. എലാസ്റ്റിസിറ്റി ആണ് ആ പ്രോപ്പർട്ടി. അപ്പോൾ ബി ആണ്. 6, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ്? ഇവിടെ തന്നിരിക്കുന്നതിൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ എ ആണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയും. ഇനി 7, വിച്ച് ലോ സ്റ്റേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ? സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഹുക്സ് ലോ സി ആണ്. ഹുക്സ് ലോ നമുക്ക് വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു സ്ട്രെയിൻ, അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ സി ആണ് ഉത്തരം. 8, ഇൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആഫ്റ്റർ വിച്ച് പോയിന്റ് ദ സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ സീസസ്? അത് എലാസ്റ്റിക് ലിമിറ്റ് വരെയാണ്, എ ആണ് ആൻസർ. 9, ദ യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ. സ്ട്രെയിന് യൂണിറ്റ് ഇല്ല, കാരണം സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അപ്പോൾ അതിന് യൂണിറ്റ് ഉണ്ടാവില്ല, സി ആണ്. 10, ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ ഈസ് കോൾഡ്, അതാണ് ഇപ്പോൾ പറഞ്ഞത്, സ്ട്രെയിൻ, ഡി ആണ്. 11, ദ റേഷ്യോ ബിറ്റ്വീൻ ലാറ്ററൽ സ്ട്രെയിൻ ആൻഡ് ലീനിയർ സ്ട്രെയിൻ ഈസ്, ഇവിടെ തന്നിരിക്കുന്നതിൽ എ ആണ് ഉത്തരം, പോയ്സൺസ് റേഷ്യോ. 12, ദ മിനിമം ലോഡ് അറ്റ് വിച്ച് എ മെറ്റീരിയൽ ഡെവലപ്സ് ഫെയിലർ ഈസ് കോൾഡ് അൾട്ടിമേറ്റ് ലോഡ്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്നൊക്കെ പറയും, ഡി ആണ്. ഇനി 13, ദ റേഷ്യോ ബിറ്റ്വീൻ ദ ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് ഈസ് ലീനിയർ സ്ട്രെയിൻ ആണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. 13, അപ്പോൾ സി ആണ്. 14, വിച്ച് എലാസ്റ്റിക് കോൺസ്റ്റന്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ കെ? കെ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസിനാണ്, ബി ആണ്. 15, ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ വോളിയൂം ഓഫ് മെറ്റീരിയൽ ടു ഇറ്റ്സ് ഒറിജിനൽ വോളിയൂം ഈസ്, അത് വോളിയൂം സ്ട്രെയിൻ അല്ലെങ്കിൽ വോളിയോമെട്രിക് സ്ട്രെയിൻ. അപ്പോൾ എ ആണ് ആൻസർ. 16, ദ എലാസ്റ്റിക് കോൺസ്റ്റൻസ് ആർ. ഇവിടെ തന്നിരിക്കുന്നതിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി വരും, ഫാക്ടർ ഓഫ് സേഫ്റ്റി പെടില്ല, ബൾക്ക് മോഡുലസ് വരും, യങ്സ് മോഡുലസ്. അപ്പോൾ 1, 3, 4 ആണ്, അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഡി ആണ് ആൻസർ. ഇനി 17, ഷിയർ സ്ട്രെസ് ഈക്വൽസ് ഡാഷ് ഇൻറ്റു ഷിയർ സ്ട്രെയിൻ. അത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. അപ്പോൾ 17ാമത്തേന് ഡി ആണ് ഉത്തരം. 18, ദ യൂണിറ്റ് ഓഫ് പോയ്സൺസ് റേഷ്യോ ഈസ്, അതിന് റേഷ്യോ ആയതുകൊണ്ട് അതിന് യൂണിറ്റ് ഇല്ല, സി ആണ്. ഇനി 19, ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ഈക്വൽസ് എക്ക്, എ ആണ് ഉത്തരം. 20, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ സെയിം യൂണിറ്റ് ഓഫ് മോഡുലസ് ഓഫ് റിജിഡിറ്റി? എല്ലാ മോഡുലസിനും ഒരേ യൂണിറ്റ് തന്നെയാണ്, യങ്സ് മോഡുലസ്. അപ്പോൾ ബി ആണ് ഉത്തരം. 21, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് സ്ട്രെയിൻ എനർജി? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ അത് 1ഉം 2 വരുന്നത്, അതായത് ഓൾ ഓഫ് ദ എബവ് 1 and 2, സി ആണ്. 22, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് സ്ട്രെയിൻ എനർജി? അതും ഇവിടെ തന്നിരിക്കുന്നത് 1ഉം 2ഉം 3ഉം ശരി തന്നെയാണ്. അപ്പോൾ സി ആണ് ഉത്തരം, ഓൾ ഓഫ് ദ എബവ്.
23. The total strain energy stored in a body is known as resilience. B ആണ് വരിക. 24. The maximum strain energy stored in a body is known as proof resilience. C ആണ്. 25. Which of the following statement are correct about proof resilience? അത് രണ്ടാമത്തെ it is the quantity of strain energy stored in a body when strained up to elastic limit. രണ്ടാമത്തെയാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം വരിക. 26. Which of the following statement are correct about modulus of resilience? അത് ഇവിടെ തന്നിരിക്കണതിൽ 1, 2, മൂന്നാമത്തെയാണ്. ഇറ്റ് ഈസ് ദ പ്രൂഫ് റെസിലൻസ് ഓഫ് എ മെറ്റീരിയൽ പെർ യൂണിറ്റ് വോളിയൂംസ്. മൂന്നാമത്തെയാണ്. അപ്പോൾ സി ആണ്. 27. ഇൻ വിച്ച് types of loading the load is constant throughout the process of deformation of the body? അത് ബി ആണ്. സഡൻലി അപ്ലൈഡ് ലോഡ്. 28. The capacity of a strained body for doing work on the removal of the straining force is known as resilience. B ആണ്. 29. Which of the following statement are correct about types of loading? Types of loading ഒന്നാമത്തെ സഡൻലി അപ്ലൈഡ് ലോഡ് ഒന്നാമത്തെ ശരിയാണ്. രണ്ടാമത്തെ ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ആണ് ശരി. സി ആണ് ഉത്തരം. 30. Which one of the following is correct for proof resilience? അത് ഡി ആണ് അതിൻ്റെ ആൻസർ. സിഗ്മ സ്ക്വയർ ഇൻറ്റു വോളിയം ബൈ 2E. 31. Which of the following statement are correct about center of gravity of a rectangle? It is the point where its diagonals meet each other. It is a middle point of length as well as the breadth of the rectangle. അപ്പോൾ ഉത്തരം സി ആണ്. both 1 and 2. 32. What is the center of gravity of a triangle? It is the point where 3 medians of triangle meet. അപ്പോൾ എ തന്നെയാണ്. 33. What is the center of gravity of a semicircle? Semicircle at a distance 4r by 3 pi off from its base measured along vertical radius. B ആണ്. 34. Which of the following statement are correct about center of gravity? അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ച് ഇവിടെ 3 സെൻറ്റൻസ് പറഞ്ഞിട്ട് അതിൽ ഒന്നാമത്തെ ശരിയാണ്. രണ്ടാമത്തെ അല്ല. 3 സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി റൈറ്റ് സർക്കിൾ. അപ്പോൾ 1ഉം 3ഉം ആണ് ശരി. സി ആണ് ഉത്തരം. 35. Which of the following statement are correct about moment of inertia? Moment of inertia കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ളത് moment of force. അത് ശരിയാണ്. യൂണിറ്റ് ഓഫ് moment of inertia is meter raised to 4. Roots rule is used to find out moment of inertia. ഇവിടെ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീഴിൽ തന്നിരിക്കുന്നത് ഡി ആണ്. ഓൾ ഓഫ് ദ എബവ് എന്നുള്ളത്. അത് ഡി ആണ് ഇവിടെ പ്രൊവിഷണൽ ആൻസർ കീഴിൽ തന്നിരിക്കുന്നത്. 36. The center of gravity of an equilateral triangle with each side A is dash from any of the 3 sides. A by 2√3. D ആണ്. 37. Which one of the following is moment of inertia of a rectangular section? A ആണ്. BDQ by 12. 38. The theorem of perpendicular axis is used for obtaining the moment of inertia of circular lamina. D ആണ്. 39. Which of the following statement are correct about parallel axis theorem? Parallel axis theorത്തെ കുറിച്ച് പറയണത് സർക്കുലാർ ലാമിന അത് ആദ്യത്തെ തെറ്റാണ്. സെമി സർക്കുലാർ അതും തെറ്റാണ്. യൂസ്ഡ് ഫോർ ഒബ്റ്റൈനിങ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സ്ക്വയർ ലാമിന. അപ്പോൾ മൂന്നാമത്തെയാണ് ശരി. അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 40. The moment of inertia of a circular section of diameter D is B ആണ്. pi d raised to 4 by 64. 41. What object is used to design to support the roof covering or ceiling over long spans, thereby avoiding the intermediate column? D ആണ്. all of the above. 42. Which member carries mainly tensile force? Tension member. D ആണ്. 43. When vertical supports of circular cross section and of approximately cylindrical form, it is known as A ആണ്. column. 44. What is the name of the structure in which components such as beam, column and footing are monolithic in design and construction? അത് portal frame. C ആണ്. 45. What are the components of plate girders
ഗിവൺ ബിലോ. ഇവിടെ തന്നിരിക്കണതിൽ 1, 2, 3 വെബ് പ്ലേറ്റ്, ഫ്ലേഞ്ച് പ്ലേറ്റ്, ഫ്ലേഞ്ച് സ്പൈസ്. അപ്പോൾ 1, 2, 3 ആണ്. സി ആണ് അതിൻ്റെ ഉത്തരം. 46. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് കോൾഡ് ഫോർമൽ സ്റ്റീൽ മെമ്പേഴ്സ് ഓവർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്? ഉത്തരം ബി ആണ്. ടെർമൈറ്റ് പ്രൂഫ് ആൻഡ് റോഡ് പ്രൂഫ്. ബി ആണ്. 47. എ സ്ട്രക്ചറൽ മെമ്പർ വിച്ച് പ്രൈമർലി ട്രാൻസ്മിറ്റ്സ് എ കംപ്രസീവ് ഫോഴ്സ് ഈസ് കോൾഡ്? കോളം. ബി ആണ്. 48. വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് സ്ട്രക്ചറൽ സ്റ്റീൽ? ഹൈ സ്ട്രെങ്ത്. ഡി ആണ്. 49. വാട്ട് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ഓഫ് എനി ടു അഡ്ജസൻറ്റ് റിവറ്റ് ഹോൾ ടു ദ നോമിനൽ ഡയമീറ്റർ ഓഫ് ദ റിവറ്റ്? 2.5 ടൈംസ്. ഡി ആണ്. 50. വിച്ച് സ്പാൻ ദ പ്ലേറ്റ് ഗ്രിഡേഴ്സ് ആർ യൂസ്ഡ്? മോർ ദാൻ 20 മീറ്റർ. ബി ആണ്. 51. ദ സ്ട്രക്ചറൽ മെമ്പർ വിച്ച് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ സിസ്റ്റം ഓഫ് എക്സ്റ്റേണൽ ലോഡ്സ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ആക്സിസ് ഈസ് എ ബീം ആണ്. 52. ഇൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സപ്പോർട്ട്സ് ഈസ് ഓൾവേസ് 0. ബി ആണ്. 53. ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ലോഡഡ് വിത്ത് പോയിന്റ് ലോഡ് ദ BM diagram will be A ആണ്. ട്രയാങ്കിൾ. 54. The BM diagram for a cantilever with point load at the free end will be a triangle with maximum height under fixed end. B ആണ്. 55. For simply supported beam of span span 1 loaded with uniformly distributed load W per M over the whole span, the maximum BM will be WL square by 8. B ആണ്. 56. At the point of contraflexor C ആണ്. BM is either 0 or changes sign. 57. Name the type of beam whose one end is fixed and the other end free. Cantilever beam A ആണ്. 58. A bending moment causing concavity upwards will be taken as positive. A ആണ്. 59. What is the shape of the bending moment diagram over the length of the beam carrying a uniformly distributed load? A ആണ്. Parabolic. 60. Which type of beam freely supported at 2 points has one or both ends extending beyond these supports? Overhanging beam. C ആണ്. 61. Which type of column is likely to fail due to buckling rather than material yielding? Long column. B ആണ്. 62. A column with a length to radius of gyration ratio L by R less than a certain critical value is considered D. slender ആണ്. 63. Which type of column failure occurs due to excessive axial compression? അത് buckling ആണ്. A ആണ്. 64. According to Euler's formula, the critical buckling load of a column is inversely proportional to the length of the column. C ആണ്. 65. Which property of the column is used to calculate the radius of gyration in Euler's formula? Moment of inertia. A ആണ്. 66. What does an effective length factor of 0.5 signify for a column? Both ends are fixed എന്നാണ്. A ആണ്. 67. Which type of column will typically have the smallest effective length factor? അത് fixed ended. C ആണ്. 68. Which factor does not affect the slenderness ratio of a column? Load applied. D ആണ്. 69. Rankine's formula is commonly applied in the field of structural engineering. C ആണ്. 70. Johnson's formula is based on the assumption that materials deform plastically under load. A ആണ്. 71. What unit is typically used to measure beam deflection? അത് D ആണ്. millimeter. 72. In cantilever beams the deflection is 0 at fixed end. B ആണ്. 73. Which of the following is a common method for connecting the different materials in a composite beam? Welding. A ആണ്. 74. Which theory is commonly used to analyze the behavior of composite beams subjected to bending? The Euler-Bernoulli beam theory. C ആണ്. 75. In a fixed beam the rotation at the support is 0. D ആണ്. 76. The deflection of a fixed beam is maximum at center ആണ്. A. 77.
കണ്ടിന്യൂസ് ബീംസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹാവിങ് ബി ആണ് മൾട്ടിപ്പിൾ സപ്പോർട്ട്സ് അലോങ് ദെയർ സ്ട്രെങ്ത്. 78. ദ കർവേച്ചർ ഓഫ് എ കണ്ടിന്യൂസ് ബീം ഈസ് ലീനിയർലി വേരിയിങ് ബി ആണ്. 79. വിച്ച് മെറ്റീരിയൽ പ്രോപ്പർട്ടി പ്രൈമറിലി അഫക്ട്സ് ദ ഡിഫ്ലക്ഷൻ ഓഫ് എ ബീം? എലാസ്റ്റിക് മോഡുലസ് എ ആണ്, സി ആണ്, സി എലാസ്റ്റിക് മോഡുലസ്. 80. ഫോർ എ cantilever beam subjected to a uniformly distributed load where the maximum deflection usually located at the free end C ആണ്. 81. The hollow shaft will transmit greater torque than the solid shaft of the same weight. അപ്പോൾ B ആണ്. 82. The moment of inertia of a plane area with respect to an axis perpendicular to the plane is called polar moment of inertia. അപ്പോൾ A ആണ്. 83. The power transmitted by shaft in SI system is given by C ആണ് 2 pi nt by 60. 84. Dash is a measure of strength of shaft on rotation. അത് polar modulus D ആണ്. 85. A closed coil helical spring is cut into 2 equal parts. The stiffness of each resulting spring as compared to the original spring will be double A ആണ്. 86. The ratio of polar moment of inertia to the radius of the shaft is known as torsional rigidity D ആണ്. 87. A spring of stiffness constraint K is cut into 2 equal parts. The stiffness constants of new spring will be 2K B ആണ്. 88. Which of the following function can be the spring perform? Store energy പറ്റും, measure force, absorb shock. അപ്പോൾ D all of the above ആണ്. 89. When two dissimilar shafts are connected together, then the shaft is composite shaft. A ആണ്. 90. When a shaft subjected to a pure twisting, then the type of stress developed is shear ആണ്, C ആണ്. 91. Bending tests are conducted to ensure that the material has enough ductility. B ആണ്. 92. Which ferrous metal doesn't show fatigue limit? A ആണ് austenitic stainless steel. 93. What is the V0 angle found on an impact testing machine? 45 degree C ആണ്. 94. Compression test is done on which of the following materials? Cast iron D ആണ്. 95. Brinell number of a material or an alloy is a measure of its hardness. A ആണ്. 96. The direct shear test can also be called as strain controlled shear box test. A ആണ്. 97. Pick the odd one out. Resilience, endurance limit, elastic strength, stiffness. അപ്പോൾ endurance limit B ആണ്. 98. Fatigue curves are popularly known as C ആണ്, SN. 99. Percentage elongation during tensile test is an indicative of ductility. അതായത് വലിച്ചാ നീളമുള്ള കഴിവ് D ആണ്, ductility. 100. Shearing resistance can be determined in the laboratory by dash methods. 4A ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന ട്രേഡ്സ്മാൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറൊക്കെ ഒന്ന് കണ്ടെത്തുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തിരുത്തലുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ കൂടെ അറിയിക്കാവുന്നതാണ്, PSCനെ അറിയിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിക്കും. പിന്നെ ഈ വീഡിയോ ഇത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.